ഇനി ഉടനെ തന്നെ നവരാത്രി സ്റ്റാർട്ടാവാറായില്ലേ. അപ്പം ഇന്ന് നവരാത്രിയുടെ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഒരിക്കൽ ദേവഗുരു ബൃഹസ്പതി ബ്രഹ്മാവിനോട് ചോദിച്ചു, നമ്മൾ നവരാത്രി എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നതെന്ന്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ഞാനൊരു കഥ പറയാം, നിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കഥയിൽ കിട്ടുമെന്ന്. അപ്പം ഈ കഥ, ഒരിക്കലൊരു ഗ്രാമത്തിൽ പിഠത്തെന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഈ പിഠത്തിന് ഒരു സുമതി എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു. അപ്പം പിഠത്ത് ദേവി ദുർഗയുടെ വലിയൊരു ഭക്തനായിരുന്നു. എന്നും പിഠത്തും മോൾ സുമതിയും ദേവിയുടെ പൂജ ചെയ്യുമായിരുന്നു. ഒരു ദിവസം സുമതിയുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയി. ആ സമയത്ത് പൂജയ്ക്ക് ഇരുന്നില്ല, മറന്നുപോയി. അപ്പം ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, പിഠത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിഠത്ത് മോളോട് പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും ശരിയല്ല, നീ ചെയ്തത് ഒരു വലിയൊരു തെറ്റാണ്. ഇതിൻ്റെ ശിക്ഷ ഞാൻ നിനക്ക് തരും. എൻ്റെ ശിക്ഷയായി ഞാൻ നിൻ്റെ വിവാഹം ഒരു കുഷ്ഠരോഗിയായിട്ട് നടത്തും. അപ്പം സുമതിക്ക് ഭയങ്കര ഒരു വിഷമമായി. പക്ഷെ സുമതി പറഞ്ഞു, അങ്ങ് എൻ്റെ അച്ഛനാണ്, അച്ഛന് എൻ്റെ വിവാഹം ആരുടെ കൂടെ വേണേലും നടത്താം, ഞാൻ എതിര് നിൽക്കില്ല. പിന്നെ സുമതി ഇതും പറഞ്ഞു, എൻ്റെ യോഗം ഒരു കുഷ്ഠരോഗിയുടെ ഭാര്യയായി ജീവിക്കാനാണെങ്കിൽ അത് തന്നെ വിധി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം പിഠത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടി. അപ്പം ഉടനെ തന്നെ ഒരു കുഷ്ഠരോഗിയെ കണ്ടുപിടിച്ച് മോളുടെ വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ് സുമതിയും സുമതിയുടെ ഭർത്താവും അവരുടെ നാട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം സുമതിയുടെ മുമ്പിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. സുമതിയോട് പറഞ്ഞു, മോളെ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പം സുമതി ചോദിച്ചു, അങ്ങ് ആരാണ്? ഇതിനു മുന്നേ അങ്ങേ കണ്ടിട്ടില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, ഞാൻ ആദിശക്തി ഭഗവതിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ സുമതിയുടെ കർമ്മങ്ങൾ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പം സുമതിക്ക് ഒരു കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പം സുമതി ചോദിച്ചു, ദേവി, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നും കൂടി ഒന്ന് പറയാമോ? അപ്പം ദേവി പറഞ്ഞു, നീ കഴിഞ്ഞ ജന്മത്തിൽ ബെയിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഭാര്യയായിരുന്നു. നിൻ്റെ ഭർത്താവ് ഒരിക്കൽ ഒരു മോഷണം നടത്തി. അന്ന് അവിടെ നിൻ്റെ ഭർത്താവിനെയും നിന്നെയും ഒരു ജയിലിൽ അടച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം പോലും തന്നില്ല അവർ. ആ ദിവസങ്ങളിൽ നവരാത്രി നടക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വെള്ളം പോലും തന്നില്ല. നിങ്ങളറിയാണ്ട് തന്നെ ഒരു 9 ദിവസത്തെ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് പോയി. അപ്പം ഇത് കേട്ടപ്പം സുമതിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പം ദേവി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിന്ന് വന്നത്, നിനക്ക് എന്ത് വേണേലും നീ ചോദിച്ചോ. അപ്പം സുമതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ദേവി, എനിക്ക് ഒരു വരം മാത്രം തന്നാൽ മതി. എൻ്റെ ഭർത്താവിൻ്റെ കുഷ്ഠരോഗം ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ദേവി പറഞ്ഞു, സുമതി, നീ ഈ നവരാത്രി ദിവസങ്ങളിൽ
ഒരു ദിവസം വ്രതം എടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറുമെന്ന്. സുമതി അങ്ങനെ തന്നെ ചെയ്തു. സുമതിയുടെ ഭർത്താവിൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായി മാറി. സുമതിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷവും ഒരു സമാധാനമായിരുന്നു. എന്നിട്ട് ദേവി അന്ന് പിന്നെയും സുമതിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നവരാത്രിയുടെ മഹത്വങ്ങൾ സുമതിയോട് പറഞ്ഞു. ഇതും പറഞ്ഞു, നവരാത്രിയുടെ 9 ദിവസങ്ങൾ വ്രതം എടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദേവി മഹാകാളി, ദേവി ലക്ഷ്മി, ദേവി സരസ്വതി, ഇവരെ 3 പേരെയും പൂജിക്കണം. ഇതും പറഞ്ഞു, ഈ 9 ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ദാനം ചെയ്യണമെന്ന്. ഇത് പറഞ്ഞ ഉടനെ ദേവി പോയി. അപ്പം നവരാത്രി ദിവസങ്ങൾ ആഘോഷിക്കാനുള്ളൊരു വലിയൊരു കാരണമാണ് സുമതിയുടെ ഈ കഥ. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.